ഡൽഹി ചെങ്കോട്ട പരിസരത്തുണ്ടായ സ്ഫോടനത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ രാവിലെ ഉന്നതതല യോഗം ചേരും. സ്ഫോടനത്തിൽ UAPA പ്രകാരം കേസെടുത്ത പോലീസ് 4 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 13 പേരെ ഇതുവരെ ചോദ്യം ചെയ്തു. ഡൽഹിയിലെ ദാരിയാഗഞ്ച്, പഹഡ്ഗഞ്ച് മേഖലകളിൽ പോലീസ് പരിശോധന നടത്തുന്നു. രാജ്യവ്യാപകമായി പരിശോധനകൾ തുടരും. പൊട്ടിത്തെറിച്ച ഹ്യുണ്ടായി i20 കാർ ബദൽപൂർ ബോർഡർ വഴിയാണ് ഡൽഹിയിലേക്ക് കടന്നതെന്ന് പോലീസ് കണ്ടെത്തി. ഡൽഹിയിലെ കാറിന്റെ നിലവിലെ ഉടമ പുൽവാമ സ്വദേശി എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അറസ്റ്റിലായ ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. സജു തോമസ് ചേരുന്നുണ്ട്. സജു, എന്തൊക്കെയാണ് ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത്? അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടില്ല. നിലവിൽ ഡൽഹിയിലെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പഹാഡ്ഗഞ്ച്, ദരിയാഗഞ്ച് അടക്കമുള്ള സ്ഥലങ്ങളിലെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നിലവിൽ ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് 4 പേരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അല്പസമയത്തിനകം ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ച ഉന്നതതല യോഗം ചേരും. ഈ ഉന്നതതല യോഗത്തിൽ ഇവിടെ നിന്ന് ലഭിച്ച ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് ശേഷമായിരിക്കും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വ്യക്തത വരിക. എന്തായാലും കേസ് NIAക്ക് വിടാനാണ് സാധ്യത. കേസ് NIAക്ക് വിടുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങൾ മാത്രമേ ലഭ്യമാകുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത് ഡൽഹി പോലീസിന്റെ പ്രത്യേക സെല്ലാണ്. അവർ ചില വിവരങ്ങൾ ഇവിടെ നിന്നും ശേഖരിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ടുള്ള വിവരങ്ങളായിട്ട് നൽകേണ്ടതായിട്ടുണ്ട്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയിപ്പോൾ കൂടുതൽ അന്വേഷണം മറ്റു സ്ഥലങ്ങളിലേക്ക്. അത് ഏറ്റവും പ്രധാനമായിട്ട് ചില കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വാഹനം ദരിയാഗഞ്ച് മേഖലയിലേക്കും അതോടൊപ്പം തന്നെ കശ്മീരി ഗേറ്റ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഇന്നലെ പോയിട്ടുണ്ട് എന്നുള്ള CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള ചില തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. രാവിലെ നമ്മോട് സംസാരിച്ച നോർത്ത് DCP രാജ വ്യക്തമാക്കിയത്, അദ്ദേഹം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എത്ര പേർ വാഹനത്തിലുണ്ടായിരുന്നു, ഈ i20 വാഹനത്തിൽ എത്ര പേർ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകാൻ പോലീസ് തയ്യാറായില്ല. അത് ഉടൻ തന്നെ ലഭ്യമാക്കുമെന്നുള്ളത് മാത്രമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് അന്വേഷണത്തെ ബാധിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളും വിശദീകരണങ്ങളും നൽകാൻ പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. പ്രധാനമായിട്ടും ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോഴും തുടരുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ നിന്ന് അറസ്റ്റിലായ 2 ഡോക്ടർമാർ, അവരുമായിട്ട് ഈ ഇന്നലെ നടന്ന സ്ഫോടനത്തിന് ബന്ധമുണ്ടെന്നുള്ള ചില സൂചനകളൊക്കെയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. 2900 കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് RDX ഉൽപ്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ RDXന് വേണ്ടിയുള്ള ഈ അസംസ്കൃത വസ്തുക്കൾ ഇവരുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. ഈ അസംസ്കൃത വസ്തുക്കൾ തന്നെയാണ് ഇവിടെയും പൊട്ടിത്തെറിച്ചത്. അതായത് വലിയൊരു പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. ഇതിന്റെ വാഹനത്തിന്റെ ഭാഗങ്ങളടക്കം പല സ്ഥലങ്ങളിലേക്കും 100 മീറ്റർ പരിധിയിലേക്ക് ചെറുതെറിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഈ സാധനങ്ങൾ എവിടെ നിന്ന് കിട്ടി എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത്. പുൽവാമ സ്വദേശിയെ ഒരാളെ ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാളുടെ ഫോൺ വിവരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. പ്രധാനമായിട്ടും ഫോൺ വിവരങ്ങൾ കേന്ദ്രീകരിച്ച് ഇവരുടെ ലൊക്കേഷൻസ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഇന്നലെ കാശ്മീർ ഗേറ്റിലൊക്കെ ഈ വാഹനം എത്തിയതിന്റെ CCTV ദൃശ്യങ്ങളുണ്ട്. ഇന്നലെ ഏകദേശം 3:18 കൂടിയാണ് ഈ വാഹനം ഈ റെഡ് ഫോർട്ടിലേക്ക്, ലാൽ കിലയിലേക്ക് ഈ വാഹനം എത്തുകയും 3 മണിക്കൂറോളം വാഹനം അവിടെ പാർക്ക് ചെയ്തു. 6:18 വാഹനം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. 6:52 വാഹനം ഈ സിഗ്നലിൽ എത്തുകയും പൊട്ടിത്തെറിക്കുകയുമായിരുന്നു. എന്തായാലും രാജ്യത്തെ നടുക്കുക അല്ലെങ്കിൽ രാജ്യ തലസ്ഥാനത്തെ നടുക്കിയ വലിയൊരു സംഭവമാണ് അമിത്ഷാ യോഗം വിളിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരിക്കും യോഗത്തിൽ ഇപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങൾ വിലയിരുത്തുക എന്നതിനപ്പുറത്തേക്ക് എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കാനായിരിക്കും സാധ്യത? ആരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്? ഒരു പക്ഷേ നേരത്തെ സജീവ് സൂചിപ്പിച്ചതുപോലെ NIAക്ക് കൈമാറുന്നതിന് വേണ്ടിയുള്ള തീരുമാനത്തിലേക്കായിരിക്കുമോ ആ യോഗം എത്തുക? അങ്ങനെയാണ് തന്നെ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. CRPFന്റെ ഉന്നത ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിലത്തെ ഇവിടുത്തെ സുരക്ഷാ ചുമതലയുള്ള NSGയുടെ ഉന്നത ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ ഡൽഹി പോലീസിലെ DG അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ IB ഡയറക്ടർ, അതോടൊപ്പം NIAയുടെ ഉദ്യോഗസ്ഥരടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്നലെ ഇവിടെ നിന്നും ശേഖരിച്ച അസംസ്കൃത വസ്തുക്കൾ, അതോടൊപ്പം തന്നെ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ലഭിച്ച ചില വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ട്
എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൈമാറും. അതിനുശേഷമായിരിക്കും ഒരു നിഗമനത്തിലേക്കോ അതിനുശേഷമായിരിക്കും ഇതൊരു ഭീകരാക്രമണമാണോ എന്നുള്ള ഒരു തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള നിഗമനങ്ങളിലേക്കൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. അത്തരത്തിലുള്ള നിഗമനങ്ങൾ എന്തായാലും പോലീസ് എത്തിയിട്ടുണ്ട്, പക്ഷേ അത് ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. അത് പുറത്തുവിടുകയാണെങ്കിൽ അന്വേഷണത്തെ ബാധിക്കാനുള്ള സാഹചര്യം മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വിവരങ്ങൾ കൃത്യമായിട്ട് ക്രോഡീകരിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയതിനു ശേഷമായിരിക്കും ഈ കേസ് NIAക്ക് വിടുക. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇപ്പോൾ ദേശവിരുദ്ധ നിയമത്തിലെ UAPA നിയമത്തിലെ 16-18 വകുപ്പുകൾ ചുമത്തിയുള്ള കേസാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കൂടുതൽ തെളിവുകളുടെ അതായത് ഇപ്പോൾ ലഭിച്ച കൂടുതൽ തെളിവുകളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ നിയമം ചുമത്തി ഇന്നലെ രാത്രി തന്നെ UAPA നിയമം ചുമത്തിയിരിക്കുന്നത്. ഇനി കൂടുതൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ നമ്മൾ 5 മണിക്കൂടെ എത്തുമ്പോൾ തന്നെ ഫോറൻസിക്കിന്റെയും അതോടൊപ്പം തന്നെ NIAയുടെയും അതോടൊപ്പം തന്നെ മറ്റു സേനാ വിഭാഗങ്ങളുടെയൊക്കെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തുണ്ടായിരുന്നു. ഇപ്പോഴും ഇവിടെ CRPFന്റെ ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. അവരിപ്പോൾ ഡൽഹി പോലീസുമായിട്ടൊക്കെ ചർച്ച നടത്തുക. പ്രത്യേകിച്ച് ഡൽഹിയുടെ മറ്റു മേഖലകളിൽ ഇന്നും ഇനിയുള്ള ദിവസങ്ങളും സുരക്ഷ ഏത് രീതിയിൽ വർദ്ധിപ്പിക്കണം എന്നുള്ളതിനെ പറ്റി രാവിലെ തന്നെ ഇവിടെ ഒരു അവലോകന യോഗമൊക്കെ ചേർന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ സ്ഥലങ്ങളിലൊക്കെയും സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. കർശനമായ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് അതായത് പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ വസതികൾ, അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി, വിവിധ മന്ത്രിമാരുടെ വസതികൾ, സുപ്രീം കോടതി, പാർലമെന്റ് വളപ്പ്, അത്തരം മർമ്മപ്രധാനമായ അല്ലെങ്കിൽ തന്ത്രപ്രധാനമായിട്ടുള്ള പല സ്ഥലങ്ങളും രാജ്യ തലസ്ഥാനത്തുണ്ട്. സേനാ ആസ്ഥാനങ്ങളുണ്ട്. ഇവിടെയൊക്കെയും അതീവ സുരക്ഷാ കേന്ദ്രമായി മാറ്റിയിരിക്കുകയാണ്. അതായത് രാജ്യത്ത് തന്നെ ഇപ്പൊ നമുക്ക് പാർഗഞ്ചിലും ദരിയാഗഞ്ചിലും ഒക്കെ ഇന്നലെ മുഴുവൻ രാത്രിയിൽ പോലീസ് പരിശോധനയായിരുന്നു. അതുപോലെ വിവിധ സ്റ്റേറ്റുകളിൽ പ്രത്യേകിച്ച് സമീപ സ്റ്റേറ്റുകളിലൊക്കെ വലിയ പരിശോധനകൾ നടക്കുന്നുണ്ട്. ആളുകൾ കൂടുന്നിടത്ത് പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ രാത്രി മുതൽ തന്നെ പരിശോധന തുടങ്ങിയിട്ടുമുണ്ട്. അത്തരത്തിൽ എത്രത്തോളം സുരക്ഷ ശക്തമാക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്? തന്നെ ഇന്നലെ തന്നെ രാജ്യത്തെ മെട്രോപൊളിറ്റൻ സിറ്റികൾ ഡൽഹി, മുംബൈ, കൊൽക്കത്ത അടക്കമുള്ള രാജ്യത്തെ പ്രധാന മെട്രോപൊളിറ്റൻ സിറ്റികളിലൊക്കെ വലിയ സുരക്ഷ ഇന്നലെ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ എയർപോർട്ടുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, പാർക്കുകൾ, അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡുകൾ അടക്കമുള്ള മറ്റു സ്ഥലങ്ങൾ, ജനങ്ങൾ തടിച്ചുകൂടുന്ന മറ്റു സ്ഥലങ്ങളിലൊക്കെ വലിയ പരിശോധനകൾ നടത്താൻ വേണ്ടി എല്ലാ സംസ്ഥാനങ്ങളിലെയും DGPമാർക്കും ചീഫ് സെക്രട്ടറിമാർക്കും നിർദ്ദേശം